ഭൂമിയിലെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമി. രാത്രി സമയങ്ങളിൽ -55 ഡിഗ്രി വരെ എത്തുന്ന തണുപ്പ്. അന്തരീക്ഷമർദ്ദം വളരെ കുറവ്. ശ്വസിക്കാൻ തന്നെ വളരെ വിഷമം. നമുക്ക് കിട്ടുന്ന ഓക്സിജന്റെ അളവിന്റെ 10% മാത്രമാണ് സിയാച്ചിനിൽ കിട്ടുന്നത്. 10 മിനിറ്റ് മഞ്ഞിലൂടെ നടന്നാൽ അരമണിക്കൂറെങ്കിലും വിശ്രമിക്കാതെ സാധ്യമല്ല. ശ്വാസകോശത്തെയും തലച്ചോറിനെയും ബാധിക്കുന്ന ഹൈ ആൾട്ടിറ്റ്യൂഡ് പൾമണറി ഒഡീമ ബാധിക്കാൻ മണിക്കൂറുകൾ മാത്രം മതി. ഹിമദംശനവും സാധാരണം. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും തന്ത്രപ്രധാന മേഖല. 1984 ശേഷം ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും സൈനിക സാന്നിധ്യമുണ്ട് ഇവിടെ. കൊടും തണുപ്പ് മൂലം 48 ശേഷം 879 ഇന്ത്യൻ സൈനികർ മരിച്ചുവെന്ന് കണക്കുകൾ. ദിവസവും $10 ലക്ഷം, അതായത് ഏകദേശം 6.8 കോടി രൂപയാണ് സിയാച്ചിനിൽ ഇന്ത്യ ചെലവഴിക്കുന്നത്. പലപ്പോഴും 36 അടി വരെ മഞ്ഞുവീഴ്ചയുണ്ടാകാം സിയാച്ചിനിൽ. മഞ്ഞുവീഴ്ചക്കാലത്ത് അപ്പപ്പോൾ അത് നീക്കം ചെയ്തില്ലെങ്കിൽ സൈനിക പോസ്റ്റുകൾ മഞ്ഞു മൂടിപ്പോകും. അതിനു പുറമെയാണ് ഹിമപാതവും മറ്റും. ഭക്ഷണ സാധനങ്ങളുടെയെല്ലാം വില വളരെ കൂടുതൽ. 2 രൂപയുടെ റൊട്ടി സിയാച്ചിനിൽ എത്തണമെങ്കിൽ ഗതാഗതത്തിനും മറ്റുമായി 200 രൂപയെങ്കിലുമാകുമെന്ന് കണക്ക്. ഓറഞ്ചും ആപ്പിളും പോലും നിമിഷനേരം കൊണ്ട് ഒരു ക്രിക്കറ്റ് ബോളിന്റെ അത്രയും കടുപ്പത്തിൽ ഉറഞ്ഞുപോകും സിയാച്ചിനിൽ. ഇത്രയും പ്രതികൂല കാലാവസ്ഥയിലും രാജ്യത്തിനു വേണ്ടി ജീവൻ സമർപ്പിച്ച് അവർ കാവലിരിക്കുന്നു. അതിലൊരാളുടെ ജീവന് കാവലായി ഇന്ത്യൻ മനസ്സുകൾ ഒരുമിച്ചു നിന്നുവെങ്കിലും ആ കാത്തിരിപ്പും വെറുതെയായി. ജീവനു വേണ്ടി 8 നാൾ പോരാടിയാണ് ഹനുമന്തപ്പ മരണത്തിന് കീഴടങ്ങിയത്. മലയാളിയായ സുധീഷ് ഉൾപ്പെടെ ഇത്തവണത്തെ ഹിമപാതത്തിൽ ഇന്ത്യക്ക് നഷ്ടമായത് 10 സൈനികരുടെ ജീവൻ. മരണത്തിന് മായ്ക്കാൻ കഴിയാത്ത ഓർമ്മകളായി ഇനി ഇവരോരോരുത്തരും ഇന്ത്യൻ മനസ്സുകളിൽ ജീവിക്കും. കാരണം ഓരോ ഇന്ത്യക്കാരനും നിങ്ങൾ ഓരോരുത്തരോടും കടപ്പെട്ടവരാണ്. ജയ് ഹിന്ദ്.